പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയിൽ 3 വനിതകളോടൊപ്പം, അതായത് വീണ ജോർജ്, ആർ ബിന്ദു, ചിഞ്ചുറാണി എന്നീ 3 വനിതാ മന്ത്രിമാരോടൊപ്പം ഇരിക്കുന്ന ഒരു കാമവെറിയനായ, പി എസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നരാധമനായ, ഒരു വിടനായ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ എന്തുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിച്ച് തൻ്റെ ചിറകിനടിയിൽ നിർത്തിയിരിക്കുന്നു? എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പോലും LDF മന്ത്രിസഭയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കുമെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് കെ ബി ഗണേഷ് കുമാറിനെ പിണറായി വിജയൻ സംരക്ഷിച്ച് നിർത്തി? എന്തുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ രാജിവെക്കണ്ട എന്ന് പറഞ്ഞു എന്നതിൻ്റെ കാരണങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അപ്പോൾ പിണറായി വിജയൻ ഗണേഷ് കുമാറിനോട് രാജിവെക്കും എന്നൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ എങ്കിലും തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ 1.5 മാസമല്ലേ ഉള്ളൂ. സ്വാഭാവികമായും സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുമെന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ ഇനി ഗണേഷ് കുമാറിനെ രാജിവെപ്പിക്കുമോ എന്നുള്ളൊരു ചെറിയ സംശയം എൻ്റെ മനസ്സിനെ മതിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത. എന്തായാലും ഗണേഷ് കുമാർ രാജിവെക്കേണ്ടതില്ല എന്ന് ഇപ്പോൾ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങൾ എന്താ നമ്മളതൊന്ന് പരിശോധിക്കണ്ടേ? ഗണേഷ് കുമാർ നട്ടുച്ചയ്ക്ക് തൻ്റെ വീട്ടിൽ ഒന്നിലധികം സ്ത്രീകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം പൊതുജനങ്ങളോട് പറഞ്ഞത് ആരാ? ഗണേഷ് കുമാറിൻ്റെ ഭാര്യ തന്നെ, അതായത് മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ. താൻ ഉച്ചയ്ക്ക് ആ വീട്ടിൻ്റെ കിടപ്പുമുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത നിലയിൽ, ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിലയിൽ, ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു പൊസിഷനിൽ ഗണേഷ് കുമാറിനെ കണ്ടു എന്ന് നമ്മളോട് പറഞ്ഞു ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു മേനോനാണ്. അതിനുശേഷം അവർ വേറെ എന്തൊക്കെ പറഞ്ഞു? ഗണേഷ് കുമാർ പറഞ്ഞനുസരിച്ചിട്ട് അയാളുടെ പേഴ്സണൽ സ്റ്റാഫ് ഇവരുടെ ഫോൺ പിടിച്ചു പറിക്കാൻ ശ്രമിച്ചു എന്ന് അവർ പറഞ്ഞു. അവരെ നേരത്തെ പീഡിപ്പിച്ചിട്ടുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞു. അവരുടെ ഫോൺ ചോർത്തിയതിനെ കുറിച്ചിട്ട് പറഞ്ഞു. അവർ 112 വിളിച്ചു എന്ന് പറഞ്ഞു. പോലീസ് വന്നതിനെക്കുറിച്ച് അവർ പറഞ്ഞു. പോലീസ് മൈൻഡ് ചെയ്തില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ പറഞ്ഞു. അവരുടെ കയ്യിൽ മുഴുവൻ തെളിവുകളുമുണ്ട് എന്നവർ പറഞ്ഞു. ഫോട്ടോകൾ മുഴുവൻ അവരുടെ കയ്യിലുണ്ട്. ഇതെല്ലാം അവർ പറഞ്ഞല്ലേ സുഹൃത്തുക്കളെ? അങ്ങനെ വരുമ്പോൾ ഇതൊരു ആരോപണമാണോ? നമ്മൾ രാഹുൽ മാങ്കൂട്ടം വിഷയമായിട്ടല്ല ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന 3 പരാതികൾ ആരോപണങ്ങളല്ലായിരുന്നു. ആ ആരോപണങ്ങളിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പില്ല എന്നല്ലേ കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി വരെ കണ്ട് അയാൾക്ക് ജാമ്യം കൊടുത്തിട്ടുള്ളത്. ആ ആരോപണങ്ങൾ വന്നപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് തകൃതിയായി അന്വേഷിച്ചിട്ടുള്ള പിണറായി വിജയൻ ആദ്യത്തെ പരാതിക്കാരി മുഖ്യമന്ത്രിയെ ചെന്ന് കാണുന്നു. മുഖ്യമന്ത്രി ഉടനെ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിയെ വിളിക്കുന്നു. ക്രൈംബ്രാഞ്ച് മേധാവിയോട് പറയുന്നു. ഉടനെ തന്നെ മൊഴിയെടുക്കുന്നു, FIR ഇടുന്നു, അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വല വിരിക്കുന്നു. രണ്ടാമത്തെ പരാതിക്കാരി ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പരാതി കൊടുക്കുന്നു. ആ പരാതിയും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നു. മൂന്നാമത്തെ പരാതിക്കാരി വിദേശത്ത് നിന്ന് അവരുടെ മൊഴിയെടുക്കുന്നു. ആ മൊഴിയെടുത്തതിനെ തുടർന്ന് ഇയാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടുള്ള ഒരു ഹോട്ടലിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ, സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു. അയാളെ 18 ദിവസം അയാളെ ജയിലിലിടുന്നു. ഇത് ചെയ്ത പിണറായി വിജയൻ തൻ്റെ ഭർത്താവ് ഏർപ്പെട്ടിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള ക്രിമിനലായിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ചും പരസ്യമായി ഒരു ചാനലിന് ഫോണിൽ കൂടി ഒരു അഭിമുഖം കൊടുത്തിട്ടും എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, സ്ത്രീ സുരക്ഷ പ്രധാനപ്പെട്ട മുദ്രാവാക്യവുമായി ഉയർത്തുന്ന ഒരു ഘട്ടത്തിൽ പോലും ഗണേഷ് കുമാർ രാജിവെക്കണ്ട എന്ന് പറഞ്ഞ് എന്തിനാ സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കേണ്ടത്? അതിന് 2 കാരണങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 2 കാരണങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഒന്ന്, പിണറായി വിജയൻ്റെ കുടുംബത്തിലുള്ള ഒരു പ്രശ്നമാണ്. പിണറായി വിജയൻ്റെ മൂത്ത മകൾ വീണ വിജയൻ്റെ 2ാം വിവാഹമാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്. ആ വിവാഹം നടന്നത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു കോഴിക്കോടത്തെ ഒരു DYFI നേതാവായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും ടൂറിസം പൊതുമരാമത്ത് മന്ത്രിയുമാണ്. അദ്ദേഹം പിണറായി വിജയൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ആ മുഹമ്മദ് റിയാസിൻ്റെയും 2ാം വിവാഹമാണ്. മുഹമ്മദ് റിയാസിൻ്റെ ആദ്യത്തെ വിവാഹം ഒരു ഡോക്ടർ സ്ത്രീയുമായിട്ടായിരുന്നു. അവരുമായി ബന്ധപ്പെട്ടും ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് കേസ് വന്നതാണ്.
ആ വനിതാ ഡോക്ടർ തന്നെ പരസ്യമായി വന്ന് പറഞ്ഞതാണ് തന്നെ ക്രൂരമായി ഇയാൾ മർദ്ദിച്ചിട്ടുണ്ട് എന്ന്. തന്നെ പിഴലിക്ക് പിടിച്ചിങ്ങനെ ഭിത്തിയിലോട്ട് പൊക്കി വെച്ചിട്ട് മുട്ടുകാല് കൊണ്ട് തൊഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്യമായി വന്ന് പറഞ്ഞതാണ്. ആ കാര്യത്തിൽ നിയമപരമായി വിവാഹമോചനമൊക്കെ പിന്നെ മുഹമ്മദ് റിയാസ് നേടിയിട്ടുണ്ട് എന്നുള്ള വസ്തുത തന്നെയാണ്. പക്ഷേ ഇവിടെ അതിന് സമാനമായിട്ടുള്ളൊരു കുറ്റമാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. ഗാർഹിക പീഡനമല്ല എന്നേ ഉള്ളൂ, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെയാണ്. അപ്പം ഗണേഷ് കുമാറിനെ ഈ വിഷയത്തിൽ രാജിവെപ്പിച്ച് കഴിയുമ്പോൾ ഏതാണ്ട് സമാനമായ കുറ്റം ചെയ്ത അങ്ങയുടെ മരുമകനെ പിന്നെ മരുമകനായതുകൊണ്ട് ക്ലിഫ് ഹൗസിൽ നിലനിർത്തിയിരിക്കുകയല്ലേ, എന്നിട്ട് എന്നെ രാജിവെപ്പിക്കുന്നത് എന്താണ് എന്ന് നാളെ ഗണേഷ് കുമാർ ചോദിച്ചാൽ പിണറായി വിജയന് പണിയാവില്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ ആ പശ്ചാത്തലത്തിൽ സ്വന്തം വീട്ടിലും പ്രശ്നമുണ്ട്, സ്വന്തം മരുമകനുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ചോദ്യം സമൂഹത്തിൽ നിന്നും ഉയർന്നു വരും എന്നുള്ളത് കൊണ്ടാവാം ഒരുപക്ഷേ ഗണേഷ് കുമാറിനെ പിന്നെ പിണറായി വിജയൻ സംരക്ഷിച്ചത്. അതിൻ്റെ ഒരു കാരണം അതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ രണ്ടാമതൊരു കാരണം കൂടിയുണ്ട്. അതാണ് കുറെ കൂടെ പ്രധാനപ്പെട്ട ഒരു കാരണം. ആ കാരണം എന്താ? ആ കാരണമാണ് സോളാർ പിന്നെ വിഷയവുമായി ബന്ധപ്പെട്ട്, സോളാർ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം. നമുക്കറിയാലോ 2013 ഈ സോളാർ പരാതിക്കാരിയും ഗണേഷ് കുമാറും ഒക്കെയായി ബന്ധപ്പെട്ട് പ്രശ്നം ഉയർന്നു വരുന്നത്. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ഈ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ചെന്ന് തന്നെ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതി പറഞ്ഞതിനെ തുടർന്ന് അന്ന് പിന്നെ ഗണേഷ് കുമാറിനെ UDF മന്ത്രിസഭയിൽ നിന്ന് ഉമ്മൻചാണ്ടി മാറ്റി നിർത്തി. ആ മാറ്റി നിർത്തിയതിനെ തുടർന്ന് ഗണേഷ് കുമാറിൻ്റെ കൂടി ഇടപെടലോടുകൂടി നടന്ന സംഭവ വികാസങ്ങളാണ് സോളാർ വിഷയം 2016 UDFിനെ അടിക്കാനുള്ള ഒരു വജ്രായുധമായി രൂപാന്തരപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് ഗണേഷ് കുമാർ. സോളാർ പരാതിക്കാരി സോളാർ കമ്മീഷൻ കൊടുത്തൊരു കത്തുണ്ടായിരുന്നു. ആ കത്തിൽ, സോളാർ കമ്മീഷൻ കൊടുത്ത കത്തിൽ ഒരു 4 പേജും കൂടി ചേർന്നു പുതിയതായി കൂട്ടിച്ചേർത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊട്ടാരക്കര കേസിൽ അത് ഗണേഷ് കുമാർ ഉൾപ്പെട്ട ഗൂഢാലോചനയാണെന്നുള്ള കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2-3 സാക്ഷികൾ ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ പറഞ്ഞു കഴിഞ്ഞു. എന്താ പ്രധാനപ്പെട്ട വിഷയം? അന്ന് സോളാർ പരാതിക്കാരി ജയിലിൽ നിന്ന് എഴുതിയതായി പറയുന്ന കത്തിൽ പിന്നീട് ഒരു 4 പേജിൻ്റെ കൂട്ടിച്ചേർക്കൽ നടന്നു. ആ കൂട്ടിച്ചേർത്തതിൽ ഗണേഷ് കുമാറിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വലിയ വിവാദമായി വന്നിരിക്കുന്നത്. ആ കൂട്ടിച്ചേർത്ത 4 പേജിലാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ അന്നത്തെ മുഖ്യമന്ത്രി ഈ സോളാർ പരാതിക്കാരിയെ ക്ലിഫ് ഹൗസിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള 4 പേജുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ആ 4 പേജ് കത്തിൻ്റെ ആദ്യം എഴുതിയ കത്തിലില്ലായിരുന്നു എന്ന് R ബാലകൃഷ്ണപിള്ള തന്നെ പരസ്യമായി പറഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ മകള് കഴിഞ്ഞ ദിവസം അഭിമുഖ സംഭാഷണത്തിൽ നമ്മൾ പറയുന്നത് കേട്ടതാണ്. ആ 4 പേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് 2016 തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ അതിഭീകരമായി LDFകാർ ഉപയോഗിച്ചത്. ആ 4 പേജിൻ്റെ ഉപജ്ഞാതാവ് ആ 4 പേജ് എഴുതി കൂട്ടിച്ചേർത്തത് ഗണേഷ് കുമാർ ആണെന്നുള്ളത് വലിയ വിവാദമായി ഇപ്പം നിൽക്കുകയാണ്. പൊതുജനങ്ങൾ 100% അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ 4 പേജാണ് യഥാർത്ഥത്തിൽ 2016 LDFന് അധികാരത്തിലേക്ക് വരാനുള്ള വലിയ തോതിലുള്ള വഴിയൊരുക്കിയത് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്ത സുഹൃത്തുക്കളെ? അപ്പോൾ ആ 4 പേജിൻ്റെ പുറകിൽ ഗൂഢാലോചന നടത്തിയതും കളിച്ചതും അതിൽ തനിക്ക് പങ്കില്ല എന്നൊക്കെ ഗണേഷ് കുമാർ പറയുന്നുണ്ടെങ്കിലും ഗൂഢാലോചന നടത്തിയതും കളിച്ചതും ഗണേഷ് കുമാറാണ് എന്ന് മറ്റുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാണ് പിന്നെ പിണറായി വിജയൻ. ആ 4 പേജ് കൂട്ടിച്ചേർത്തതിൻ്റെ പുറകിലുള്ള ഉള്ളുകളികൾ ആദ്യാവസാനം അറിയാവുന്ന ആൾ പിണറായി വിജയനാണ്. ആ വിഷയമാണ് തന്നെ അധികാരത്തിലേറ്റിയത് എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ വിഷയത്തിൽ ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ ഗണേഷ് കുമാർ അന്ന് നടന്ന ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ നേരിട്ടോ അല്ലാതെയോ വിളിച്ചു പറഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ പിന്നെ ദൂഷ്യം ഉണ്ടാകാൻ പോകുന്നത് പിണറായി വിജയനായിരിക്കും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അന്നത്തെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ പുറത്തു വന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ അടിയാകും LDFന് എന്നാർക്കാണ് അറിയാൻ പാടില്ലാത്തത്. അതുകൊണ്ട് തന്നെ
ഒരു കാരണവശാലും ഗണേഷ് കുമാറിനെ പുറത്താക്കാൻ, അയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ പിണറായി വിജയന് കഴിയില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് എല്ലാ തെളിവുകളോടും കൂടി മന്ത്രി നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മുഴുവൻ മന്ത്രിയുടെ ഭാര്യ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടും ആ എല്ലാ തെളിവുകളും തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഏഷ്യാനെറ്റിന് ഒരു ഓഡിയോ ഇൻ്റർവ്യൂ നൽകിയിട്ടും ഈ വിഡനായിട്ടുള്ള, ഈ നരാധമനായിട്ടുള്ള, ഈ സെക്ഷൽ ക്രിമിനലായിട്ടുള്ള, ഈ സെക്ഷൽ സൈക്കോപാത്തായിട്ടുള്ള ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ഇയാളെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പോലും അയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാതെ പിണറായി വിജയൻ തൻ്റെ കൂടെ ചിറകിനടിയിൽ നിർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കാണേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഗണേഷ് കുമാർ രാജിവെക്കണ്ട എന്ന് പിണറായി വിജയൻ പറഞ്ഞത് എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്.